തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. മതി. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവിൻ. ഇത് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക സഭയിൽ 2-ാമത്തെ ലേഖനം എഴുതിയപ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ 2-ാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് എങ്ങനെയുള്ളതായിരിക്കുമെന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. കാരണം യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് ന്യൂനതമായ ആശയങ്ങൾ ആ കാലഘട്ടത്തിലും ഊരിത്തിരിഞ്ഞിരുന്നു. പലരും പല നിലവാരത്തിലൊക്കെയും പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇനി വരത്തില്ല, വന്ന് പോയി എന്നൊക്കെയും അങ്ങനെയുള്ള ഒരുപാട് പഠിപ്പിക്കലുകൾ അന്നുമുണ്ട്, ഇന്നുമുണ്ട്. യേശു ക്രിസ്തു വന്നു പോയി എന്ന് പ്രചരിപ്പിക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. യേശു ക്രിസ്തു വന്നു, ആമേസ്തോത്രം വന്നു, യേശു ക്രിസ്തു മരിച്ചു, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു, ആമേസ്തോത്രം. അതിനുശേഷവും പിന്നെയും ഇതിനിടയിൽ വന്നു പോയെന്ന് പ്രചരിപ്പിക്കുന്നവരുണ്ട്. ആദ്യത്തെ വരവായിരുന്നു ആമേസ്തോത്രം, ആ വരവിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നതെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ഇനി വരുമെന്നും മേഘപ്രത്യക്ഷതയും മഹത്വ പ്രത്യക്ഷതയും കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. ഇതിൻ്റെതായ പശ്ചാത്തലങ്ങളെല്ലാം സ്തോത്രം ദൈവജനം ഒരു സമയം ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും, ചിലപ്പോൾ പുതുതായി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും, ചിലപ്പോൾ സ്തോത്രം മുൻപ് കേട്ട് മറന്നു പോയിട്ടുണ്ടാകും. ഈ കാലഘട്ടത്തിലൊക്കെയും യേശു ക്രിസ്തുവിന്റെ മടങ്ങിയ വരവിന്റെ ദൃശ്യമായ ലക്ഷണങ്ങൾ പല സ്ഥലത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നത്, സഹോദരന്മാരെ, ഞങ്ങൾ വാക്കിനാലും ലേഖനത്തിനാലും സ്തോത്രം ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളണം. നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഇളകിപ്പോകാൻ ചാൻസ് ഉള്ള തലത്തിലുള്ള ഒരുപാട് ഉപദേശങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും വരാൻ ചാൻസ് ഉണ്ട്. തെറ്റിച്ച് കളയത്തക്ക നിലവാരത്തിലുള്ള വാർത്തകൾ പലതും നമ്മുടെ കാതുകളിൽ കേൾക്കാൻ ചാൻസ് ഉണ്ട്. യേശു സുവിശേഷങ്ങളിൽ ഇപ്രകാരം എഴുതി വച്ചിട്ടുണ്ട്, വൃതന്മാര് പോലും, അതായത് ദൈവവചനത്തിൽ നാളുകളോളം പരിശീലനം ലഭിച്ച അല്ലെങ്കിൽ വചനപ്രകാരം ജീവിച്ചിരുന്ന അഭിഷിക്തന്മാര് പോലും തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ടെന്ന് യേശു അന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം പറയണോ? എന്നാൽ ഇതിന്റെ ലക്ഷണങ്ങൾ പൗലോസ് അപ്പോസ്തലൻ ഈ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. ഒരിക്കല് ഗലാത്യ ലേഖനം എഴുതുമ്പോൾ ഗലാത്യരോട് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ വായിച്ചതിന് തുല്യമായ ഒരു കാര്യം പൗലോസ് അവരോടും പറയുന്നുണ്ട്. ഒന്ന് വായിക്കാമോ വാക്യം 6 മുതൽ? ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളയാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നല്ല പറയുന്നത്, ശപിക്കപ്പെട്ടവൻ. ആമേൻ. ഇന്ന് ലോകത്തില് ഒരുപാട് മതങ്ങളുണ്ട്. മതങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അത്യാവശ്യം ആ മതത്തെ നിലനിർത്തത്തക്ക നിലവാരത്തിലുള്ള പ്രമാണങ്ങളുമുണ്ട്. അവരുടേതായ ആ ആചാരങ്ങൾക്കനുസരിച്ചിട്ടുള്ള പ്രമാണങ്ങളുണ്ട്. ആ പ്രമാണങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു പ്രമാണമല്ല നിങ്ങളും ഞാനും വായിക്കുന്ന ഈ സത്യവേദ പുസ്തകം. സ്തോത്രം. ഇതിനകത്ത് ചിലത് തിരികെ കയറ്റുകയോ ഇതിനകത്ത് നിന്ന് മനുഷ്യന്റെ ബുദ്ധിക്കൊത്തവണ്ണം എടുത്തു മാറ്റുകയോ ചെയ്താൽ പ്രപഞ്ചത്തിന്റെ നിർമ്മിതാവായിരിക്കുന്ന സർവശക്തനായ ദൈവം
അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഇതിൻ്റെ അകത്ത് തന്നെ ആഴമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊരു മനുഷ്യന്റെ ബുദ്ധിക്കൊത്തവണ്ണം നിയന്ത്രിക്കാനുള്ളതല്ല. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിച്ചു പോകുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു മനുഷ്യൻ എഴുതിയിരിക്കുന്നതാണെന്ന്. കാരണം എന്താണെന്നറിയാമോ? എഴുതിപ്പിച്ചവൻ ഒരാളാ, എഴുത്തുകാര് പലരാ. ആമേ സ്തോത്രം. എഴുതിപ്പിച്ചയാള് ഒരാളാണ്, ആമേ സ്തോത്രം. എന്നാൽ എഴുത്തുകാര് പലതാ. പ്രൈസലോ. ഇന്ന് നമ്മുടെ മുമ്പിൽ ആമേ സ്തോത്രം സിനിമകള്, ആമേ ടെലിവിഷൻ പ്രോഗ്രാമുകള് ഇതൊക്കെ കാണുന്നുണ്ട്. ഇത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് അവർ ഷൂട്ട് ചെയ്യുന്നതാ. ആമേ പക്ഷേ ആ വിഷൻ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് ഒരു സ്ഥലത്ത് വെച്ച് അല്ലെങ്കിൽ ഒരു ഭാഗത്ത് വെച്ച് ആമേ ചിത്രീകരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ആമേ പല ഭാഗങ്ങളിൽ നിന്നുള്ള ചിത്രീകരണം, ആമേ ഒരു സംവിധായകൻ ആമേ ഒറ്റ വിഷനിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് തോന്നും ആമേ ഇത് ഒരു ഭാഗത്ത് ഒരു സ്ഥലത്ത് മാത്രം നടന്ന ഒരു സംഭവമാണെന്ന് നമുക്ക് തോന്നാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ കാരണം അതിന്റെ ഡയറക്ടർ ഒരാളാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഇതുപോലെ ആമേ ഇതിന്റെ സംവിധായകൻ സ്വർഗത്തിലെ ദൈവമാണ്. ആമേ അവന്റെ ഇഷ്ടപ്രകാരം പല ഭാഗങ്ങളിൽ നിന്നുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായ വ്യക്തിത്വങ്ങളെ കൊണ്ട് അവൻ ഇതിനകത്ത് എഴുതിപ്പിക്കാൻ ഇടയായി തീർന്നു. ആമേ എഴുതിപ്പിച്ചത് ഒരാളായതുകൊണ്ട് എഴുത്തുകാര് പലതായിരുന്നിട്ടും ഇത് ഒരുപോലെ തന്നെ നമ്മൾ വായിച്ചു കേൾക്കുകയാ. പ്രൈസലോ. എഴുതിപ്പിച്ചയാള് ഒരാളാ, ആമേ എഴുത്തുകാര് പലരാ. അതുകൊണ്ട് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒന്നിനോടൊന്ന് ചേർന്നാണ് ഇതെല്ലാം പോയിരിക്കുന്നത്. മറയായും തെളിവായും പൊരുളായും നിഴലായെല്ലാം അതിനകത്ത് ക്രിസ്തുവേശുവിന്റെ സാന്നിധ്യം ആമേശ്വരം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ആമൻ ഞങ്ങളായിക്കൊള്ളട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനായിക്കൊള്ളട്ടെ, ഞങ്ങളെ അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായിട്ട് ഒന്ന് അറിയിച്ചാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നല്ല പറയുന്നത്, അവൻ ശപിക്കപ്പെട്ടവൻ. പ്രൈസ് ദി ലോർഡ്. ആമേ സ്തോത്രം. അങ്ങനെ ഒരു വിഷയം ഇവിടെ ആമേ ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ചൂണ്ടിക്കാണിക്കുക. രണ്ടാമത് അതൊന്നുകൂടി പൗലോസ് പറയുന്നുണ്ട്. താഴേക്കൊന്ന് വായിച്ചേ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ പിന്നെയും പറയുന്നു. ഒന്ന് ശ്രദ്ധിക്കണം പ്രിയങ്ങളെ. ഒരു പ്രാവശ്യം പൗലോസ് പറഞ്ഞു. ചില വിഷയങ്ങൾ രണ്ടോ അതിലധികമോ പ്രാവശ്യം പറയുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിന്റെ കാഠിന്യം വലുതാ. പ്രൈസ് ദി ലോർഡ്. ആമേ സ്തോത്രം. ഒരു വിഷയം രണ്ടോ അതിലധികം പ്രാവശ്യമോ ചില ഭാഗങ്ങളിലൊക്കെയും ഒറ്റ പ്രാവശ്യം കൊണ്ടാണ് പലതും സ്വർഗത്തിലെ ദൈവം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. എന്നാൽ പൗലോസ് ഒന്നുകൂടി വീണ്ടും പറയുകയാണ്. ആമേൻ. ഞങ്ങൾ മുൻപ് പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഒരു പ്രാവശ്യമല്ല പറഞ്ഞത്, രണ്ടു പ്രാവശ്യം അത് ആമേ പിന്നെയും ഒന്ന് ഉറപ്പിച്ച് എടുത്തു പറയുകയാണ്. കാരണം ഇത് ചെറിയൊരു കാര്യമല്ല. ഇത് നമുക്കൊരു പാസ്പോർട്ടോ വിസയോ ലഭിച്ചിട്ട് ആമേ ഇവിടെ നിന്ന് യൂറോപ്യൻ രാജ്യത്തിലേക്കോ അമേരിക്കൻ ഐക്യനാടുകളിലേക്കോ ആമേ ഗൾഫ് രാജ്യത്തിലേക്ക് പോകുന്ന ഒരു കാര്യത്തിന് വേണ്ടിയുള്ള പുസ്തകമല്ല ഇത്. മനുഷ്യന്റെ ബുദ്ധിയിൽ ചിന്തിച്ചിട്ടില്ലാത്ത, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കാത് കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ലാത്ത സ്വർഗത്തിലെ ദൈവം ആമേ താനായി തന്നെ ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യത എന്ന് പറയുന്ന സ്വർഗരാജ്യം എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള നമ്മുടെ ആഗമനത്തിനുള്ള ഒരു പുസ്തകമാണ്. ആമേൻ. എല്ലാ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ എഴുതിത്തള്ളാനുള്ളതല്ല ഇത്. ആമേ സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആമേ സ്തോത്രം. ഇതിനകത്ത് മനുഷ്യന്റെ നിത്യതയെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ആമേ സ്തോത്രം. മരണത്തിനപ്പുറം ഒരു ജീവിതം കൊടുത്തിട്ടുണ്ട്. ആമേ സ്തോത്രം. ഹാലേലൂയ. മരണം മനുഷ്യന്റെ അവസാനമല്ല എന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. കർമ്മങ്ങൾ കൊണ്ടും ക്രിയ കൊണ്ടും ഒരിക്കലും മനുഷ്യന് ദൈവത്തിന്റെ അടുക്കൽ എത്തിച്ചേരാൻ പറ്റത്തില്ലെന്നും ആമേ സ്തോത്രം ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് മാത്രമേ നിത്യജീവൻ പ്രാപിക്കാൻ പറ്റത്തുള്ളെന്നും ആഴമായി പഠിപ്പിക്കുന്ന ഒരേ ഒരു പുസ്തകമാണ് എന്റെ കരത്തിലിരിക്കുന്ന സത്യവേദ പുസ്തകം. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും നശിച്ചു പോകത്തില്ല, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കുമെന്ന് ആഴമായി അടിവരയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകമാണ്. അതുകൊണ്ട് പുറത്തു നിന്ന് നമ്മളും വിളിച്ചു പറയുന്നത് പ്രാഗൽഭ്യത്തോടെ ആമേ. കാരണം ഇത് കാണിച്ചു തന്നൊരു വ്യക്തിത്വമുണ്ട്. അവന്റെ പേരാണ് യേശു ക്രിസ്തു. ആമേ. പറഞ്ഞിട്ട് ഇന്നതുപോലെ സംഭവിക്കുമെന്ന് പറഞ്ഞു പോയൊരു മനുഷ്യനല്ല, സംഭവിക്കുന്നത് നാച്ചുറലായി കാണിച്ചിട്ടാ പോയത്. ആമേ.
രണ്ട് കാര്യങ്ങളും കാണിച്ചു. ഒന്ന്, മനുഷ്യൻ രൂപാന്തരം പ്രാപിക്കുമെന്നും, രണ്ടാമത്തത് മനുഷ്യൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതും. ഇത് രണ്ടും യേശു ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്ന സമയത്ത്, ഒന്ന് ജീവനോടിരിക്കുന്ന സമയത്തും മറ്റൊന്ന് മരിച്ചതിന് ശേഷവും നമ്മൾക്ക് കാണിച്ചു തന്ന് പറഞ്ഞുറപ്പിച്ചിട്ടാ പോയിരിക്കുന്നത്. പ്രൈസലോ, അവൻ നമുക്ക് മാതൃകയാ. ആമേസ്തോത്രം. അപ്പോ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഞങ്ങൾ പറഞ്ഞ ലേഖനത്താലോ ആമേസ്തോത്രം ഞങ്ങൾ പറയുന്ന വാക്കുകളാലോ ആമേസ്തോത്രം ആരെങ്കിലും നിങ്ങളെ തെറ്റിച്ച് കളയാൻ, അതിന് വിപരീതമായി പറഞ്ഞ തെറ്റിച്ച് കളയാൻ അനുവദിക്കരുത്. നിങ്ങൾ ഉറച്ചു നിൽക്കണം. നിങ്ങൾ ഉറച്ചു നിൽക്കണം. അതിനകത്ത് എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം. എങ്ങനെയായിരിക്കും കർത്താവിന്റെ വരവ്? എങ്ങനെയായിരിക്കും കർത്താവിന്റെ പ്രത്യക്ഷത? നമുക്കത് അറിയാൻ പറ്റുമോ? ആമേസ്തോത്രം, നമുക്കത് അറിയാൻ പറ്റുമോ? യേശുവിന്റെ വരവ് നമുക്ക് അറിയാൻ പറ്റുമോ? ആമേസ്തോത്രം, അറിയാൻ പറ്റത്തില്ലെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. യേശുവിന്റെ മടങ്ങി വരവ് ഏത് സമയത്തൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷെ മടങ്ങി വരവിന്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും. ശ്രദ്ധിക്കണം, മടങ്ങി വരവ് എപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷെ മടങ്ങി വരവിന്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ അവന്റെ കാൽപെരുമാറ്റം അടുത്തെത്തിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിയും. ആ സമയം മുതലേ നമ്മൾ എപ്പോഴും അവനായിട്ട് എന്ത് ചെയ്തോളണം? കാത്തിരുന്ന് കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ ഒരു ഉറപ്പ് തരുന്നത് പരിശുദ്ധാത്മാവ. ഞാൻ ആ വിഷയത്തെ എടുക്കാം സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ. ഇവിടെ കാണാൻ സാധിക്കുന്നത് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ താഴേക്കൊന്ന് വായിക്കാം. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധമിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും അരുത്. ആരും ഏതുവിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. മതി. ഈ പുസ്തകം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. ഞാൻ ഇതിനു മുമ്പും എടുത്തിട്ടുണ്ട്. ഇന്ന് ഇതെടുക്കാൻ കാരണം ഈ മാസത്തിൽ ഒരുപാട് പ്രത്യേകതകൾ സോഷ്യൽ മീഡിയകൾ ഇങ്ങനെ തരംഗങ്ങളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. മലയാളികളും അന്യഭാഷക്കാരും അന്യ സംസ്ഥാനക്കാരും അന്യരാജ്യക്കാരും എല്ലാം യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന്റെ പല കാരണങ്ങളും പറഞ്ഞ് പലരെയും ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, എന്നാൽ വചനം നമുക്ക് തന്നിട്ടുണ്ട്, ലേഖനം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോസ്തലന്മാർ തെളിവായിട്ട് പലതും നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനെ എന്ത് ചെയ്തോളണം? മുറുകെ പിടിച്ചുകൊള്ളണം. ഇതിനെ മുറുകെ പിടിച്ചുകൊള്ളണം. പുറത്തു നിന്ന് കേൾക്കുന്ന കേൾവികൾക്ക് വചനത്തിൽ കഴമ്പുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ ചിലത് കാതുകളിൽ സ്വീകരിക്കാവൂ. ആകാശം മാറും, ഭൂമി മാറും, എന്നാൽ ദൈവവചനത്തിന്റെ വള്ളിക്കും പുള്ളിക്കും മാറ്റം വരികയില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം നമുക്ക് ഉറപ്പ് തന്നിരിക്കുകയാ. ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ ഒരിക്കലും ബോഷ്കല്ല, ഒരിക്കലും വ്യാജമല്ല, ഇത് സത്യമാണ്. ഇതേ നിവർത്തീകരിക്കപ്പെടത്തുള്ളൂ. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നത് പലതും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അവന്റെ സങ്കല്പങ്ങൾ പലതും യാഥാർത്ഥ്യമാകാൻ ചാൻസ് ഇല്ല. പലരും വെച്ചിട്ടൊക്കെ കണക്ക് കൂട്ടി യഹൂദന്മാരുടെ സ്തോത്രം അവിടുത്തെ സാഹചര്യങ്ങളും അവിടുത്തെ പെരുന്നാളുകളും അവരുടേതായ തളർപ്പും ഇതൊക്കെ കണ്ടുകൊണ്ട് പലരും കണക്ക് കൂട്ടി പലതും പറയും. എന്നാൽ വിശുദ്ധ വേദപുസ്തകം നൂറ്റാണ്ടുകൾക്ക് മുമ്പാകെ ഇതെല്ലാം പ്രവചിച്ച് പറഞ്ഞിരിക്കുക, നമ്മുടെ കരത്തിൽ തന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്തുണ്ട് എങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്. ഇത് ആര് നമ്മൾക്ക് ബോധ്യപ്പെടുത്തും? ഇത് പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തരും. അവനുമായി ഒരു ബന്ധം എല്ലാവർക്കും ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അവനുമായിട്ടുള്ളൊരു ബന്ധം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നത് ലോകത്തിൽ ഏതെങ്കിലും ഒരു നന്മകളെ പ്രാപിച്ചെടുക്കുവാൻ രാവും പകലും അധ്വാനിക്കണം വേണ്ടെന്നല്ല. പക്ഷെ അതിനപ്പുറമായിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചെടുക്കേണ്ടതിനായി രാവും പകലും പ്രാർത്ഥനകളോടെ ആരാധനകളോടെ വിശുദ്ധ ജീവിതത്തോടെ അവനെ ഒന്ന് പിൻപറ്റുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, കാത്തിരിക്കുന്ന നിത്യത പ്രാപിക്കാൻ ഇവന് നമ്മളെ അവിടെ എത്തിക്കാൻ കഴിയുമെന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. ലോകത്തിലെ പ്രഭുക്കന്മാരെ കൊണ്ട് സാധിക്കത്തില്ല, രാജാക്കന്മാരെ കൊണ്ട് സാധിക്കത്തില്ല, ബുദ്ധിമാന്മാരെ കൊണ്ട് സാധിക്കത്തില്ല, പണമുള്ളവനെ കൊണ്ട് സാധിക്കത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് സാധിക്കുമെന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്.
കേട്ടോ. നിത്യതയിൽ എത്തിക്കാനായിട്ട് സയന്റിസ്റ്റിനെ കൊണ്ട് കഴിയത്തില്ല പ്രിയ മക്കളെ. നിത്യതയിൽ എത്തിക്കാനായിട്ട് പ്രഭുക്കന്മാരെ കൊണ്ടോ രാജാക്കന്മാരെ കൊണ്ടോ കഴിയത്തില്ല. നിത്യതയിൽ എത്തിക്കാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിനാണ്. അവനുമായിട്ടൊരു ബന്ധം ഈ നാളുകളിൽ നമ്മൾ സ്ഥാപിച്ചെടുക്കണം. ഇവിടെ പറയുന്നത് ആരും നിങ്ങളെ ഏതു വിധേനയും ചതിക്കരുത്. അപ്പൊ ചതിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. ചതി നമ്മുടെ മുമ്പിൽ വെക്കാൻ പിശാച് മാക്സിമം ശ്രമിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് മുന്നമേ പറയുകയാണ്. ദൈവവചനവുമായിട്ടൊരു ബന്ധം ഉണ്ടാകണം. സ്തോത്രം. നിങ്ങൾക്കറിയോ പ്രിയ മക്കളെ, ഇന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കൊച്ചു മൊബൈൽ ഫോൺ ചിലതിനൊക്കെ അത് നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നതാ. ഇത് വായിച്ച് മനസ്സിലാക്കാൻ അറിയാത്തവന്, ഇനി കുരുട്ട് കണ്ണുള്ളവനാണെങ്കിൽ പോലും സ്തോത്രം ഇതിന്റെ ഓഡിയോ ഉണ്ട്. ഇതിന്റെ ഓഡിയോ സ്വതം മൊബൈൽ ഫോണിനകത്ത് ഉൽപ്പത്തി പുസ്തകം ഒന്ന് നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് ഓൺ ചെയ്ത് തന്നതിനാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന മുഴുവനും ആരും വായിച്ചു തരണ്ട, കൂടെ ഇരുന്ന് വായിക്കണ്ട. ഓരോ അധ്യായം, ഓരോ വാക്യങ്ങൾ പറഞ്ഞ ഓഡിയോ നിങ്ങളുടെ കാതുകളിൽ വരുവന്ന കവിതം അത്രത്തോളൊരു സാങ്കേതിക വിദ്യ ഉളവാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇതാരും അറിയാതിരിക്കരുത്. ഇതാരും അറിയാതിരിക്കരുത്. ഓഡിയോ ഉണ്ട്, വീഡിയോ ഉണ്ട്. സ്തോത്രം. ഏതു ഭാഷയിലും സ്തോത്രം നമ്മൾക്ക് ഈ സ്തോത്രം വിശുദ്ധ വേദപുസ്തകത്തിലെ വചനങ്ങൾ കേൾക്കാൻ കഴിയും. സ്തോത്രം. ഒരാളുടെ സഹായമില്ലാതെ കരത്തിലിരിക്കുന്ന കൊച്ചു ഉപാധികൾ കൊണ്ട് എന്തിനു വേണ്ടിയാ സ്വർഗത്തിലെ ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നത്? ആരും നിങ്ങളെ ഏതു വിധേനയും എന്ത് ചെയ്യരുത്? ചതിക്കരുത്. ഞാനത് അറിഞ്ഞില്ല കർത്താവ് എന്ന് പറയാനിട്ടിടയുണ്ടാകരുത്. മലയാളം വായിക്കാൻ അറിയാവുന്നവനാണെങ്കിൽ രാവിലെ ഉണരുമ്പോൾ ഒരു അധ്യായമെങ്കിലും ഈ തിരുവെഴുത്ത് നീ വായിച്ചു ധ്യാനിച്ച് മുന്നോട്ട് പോകണം. നിന്റെ കാലുകൾക്ക് ദീപവും പാതകൾക്ക് അത് പ്രകാശവുമായിരിക്കും. സ്തോത്രം. നിന്നെ ആർക്കും തെറ്റിച്ച് കളയുവാൻ സ്തോത്രം അനുവാദം ഉണ്ടാകുകയില്ല എന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. വചനവുമായിട്ട് ഈ ദിവസങ്ങളിൽ വിട്ടുപിരിയാത്തൊരു ബന്ധം ഉണ്ടാകണം. വചന ധ്യാനം, പ്രാർത്ഥന, ഉപവാസം, ആരാധന ഇതൊന്നും കുറഞ്ഞു പോകരുതെന്നും ആത്മാവ് ഞാൻ വിളിച്ചു പറയുകയാണ്. കാരണം അവന്റെ കാൽപെരുമാറ്റം നമ്മുടെ തൊട്ടു മുമ്പിലുണ്ട്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതല്ലേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും ഒരു ശതമാനം മാറ്റുവാനുണ്ടോ? ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന അക്ഷരം പ്രതി പ്രത്യക്ഷത്തിൽ നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുന്നുണ്ടെങ്കിൽ ഇനി നടക്കാനുള്ളതും ഒരു അക്ഷരം പോലും മാറിപ്പോകാതെ അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ആഴമായി വിശ്വസിക്കുകയാണ്. ദൈവവചനം അത് ആഴത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഉറച്ചു നിൽക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. അതിനകത്തു തന്നെ നമ്മൾ എന്ത് ചെയ്തോളണം? ഉറച്ചു നിന്നോളണം. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കും. ആരും നിങ്ങളെ ഏത് വിധേനയും ചതിക്കരുത്. കർത്താവിന്റെ നാൾ അടുത്തു എന്ന് വെച്ച് സ്തോത്രം. ഒന്ന് വായിക്കാമോ വാക്യം 1-2 ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത് കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് പൗലോസ് എന്ത് ചെയ്യുകയാണ്? ആജ്ഞാപിക്കുന്നതല്ല, അപേക്ഷിക്കുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ വചനത്തിൽ വേരൂന്നണം. വചനം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങൾ നിങ്ങളോട് യാചിക്കുകയാണ്. നിങ്ങൾ ഈ വചനം ശ്രദ്ധിക്കണം. ഇതിൽ നിന്ന് ഇടംവലം തിരിയരുത്. പലരും പലതും പറഞ്ഞുകൊണ്ട് നിങ്ങളെ തെറ്റിച്ച് കളയാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾ അപേക്ഷിക്കുന്നു. അടുത്തത്, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് കർത്താവിന് ഇല്ലേ ഇവിടുത്തെ സംഭവങ്ങളെല്ലാം കണ്ണുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഏകദേശം കാര്യങ്ങളെല്ലാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വേഗത്തിൽ എന്ത് ചെയ്യരുത്? ഇളകരുത്. അതിന്റെ സിഗ്നലുകളുണ്ട്. സിഗ്നലുകളുണ്ട്. സ്തോത്രം. വായിച്ചോ. നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ. ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ പറയുന്നത് കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ. വേറെ ആത്മാവുണ്ട്. നമുക്ക് തോന്നും പരിശുദ്ധാത്മാവാണെന്ന്. അല്ലെന്നേ. വേറെ ആത്മാവുണ്ട്. സ്തോത്രം. വേറെ ആത്മാവുണ്ട്. വചനമൊക്കെ നന്നായിട്ട് പറഞ്ഞ് സ്വന്തം മനുഷ്യന്റെ ബുദ്ധിയെ തിരിക്കാൻ പറ്റുന്ന ആത്മാവുണ്ട്. പൗലോസ് അന്ന് എഴുതി. സ്വന്തം ഞങ്ങൾ കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്.
ഒരു 5 വർഷത്തിനിടയിലാണ് ഹാനോക്കിന്റെ പുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? ആമേൻ, സ്തോത്രം. അങ്ങനെ ഒരു പുസ്തകം ഇന്ന് പ്രചാരത്തിലുണ്ട്, പ്രാബല്യത്തിലുണ്ട്. ഹാനോക്കിന്റെ പുസ്തകം, ദൈവം ഹാനോക്കിനെ കൊണ്ട് എഴുതിപ്പിച്ച പുസ്തകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല ഇടങ്ങളിലായിട്ട് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്ന മനുഷ്യനാണ്. ആ സമയത്ത് ദൈവം എഴുതിപ്പിച്ച കാര്യങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പരന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അതിനകത്ത് ആമേശ്വത ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പുസ്തകത്തിനകത്തളത്തിലൊന്നും അത് കാണത്തില്ല ആമേശ്വത. എന്നാൽ ഇതുമായിട്ട് തട്ടിച്ചിങ്ങനെയായിരിക്കുമെന്ന് ചിന്തിച്ചു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, മലയാളം അറിയാവുന്ന മലയാളിയുടെ കരത്തിൽ കിട്ടിയിരിക്കുന്ന ഈ പുസ്തകം, ഇത് ഈ 66 പുസ്തകം, ഇത് മതി നിനക്ക് നിത്യത പോകാൻ. ഇതിനപ്പുറമായിട്ട് വേറൊരു പുസ്തകം വായിച്ച് ആഴത്തിൽ അതിനെ വിവേചിച്ചുകൊണ്ട് നീ പോകണമെന്നില്ല. പാപം വിട്ടൊഴിഞ്ഞ് വിശുദ്ധ ജീവിതം നയിച്ച് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കൽപ്പനകളെ പ്രമാണിച്ചാൽ നിനക്ക് അവിടെ എത്തിച്ചേരാമെന്ന് ഈ പുസ്തകത്തിനകത്തളത്തിൽ എഴുതിയിരിക്കുന്ന വചനം നമുക്ക് ഉറപ്പു തരികയാണ്. അതുകൊണ്ട് വേറെ ഒന്നിന്റെയും പുറകെ നീ പോകണ്ട. ഇവിടെ പൗലോസ് പറയുന്നത്, വല്ല ആത്മാവിനാലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലോ ലേഖനത്തിലോ, പലതും പ്രാബല്യത്തിൽ വരും. AI ടെക്നോളജികൾ, ടെക്നോളജികൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാഹം കഴിഞ്ഞിരിക്കുന്ന നാളുകൾക്ക് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ വിവാഹം കഴിഞ്ഞ സമയത്ത് അവര് വസ്ത്രം സാരിയായിരുന്നു. സാരിയും സ്വതം വേറെ ഒരു പാന്റ് ഷർട്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ ഫ്രോക്കും സൂട്ടും കോട്ടും ഇട്ട് നിൽക്കുന്നു. സ്വതം അന്നത്തെ വിവാഹം കഴിഞ്ഞ ആളുകൾ. സ്തോത്രം. നമ്മൾ നോക്കുമ്പോൾ അവരുടെ വിവാഹം കഴിഞ്ഞ നാളുകളില് സൂട്ട് കോട്ട് ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ വിവാഹ ഫോട്ടോകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് സ്ഥലത്ത് വെച്ചിട്ടുള്ള ഏത് ഫോട്ടോകൾ, ഏത് വസ്ത്രം ധരിച്ചും നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്തോ അല്ലെങ്കിൽ സ്റ്റുഡിയോ ചെന്ന് ഫോട്ടോയോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ ഉടിപ്പിക്കുന്നത് പോലെ തന്നെ അഴിച്ചും മാറ്റാൻ പറ്റും. പ്രൈസലോ, മനസ്സിലായോ? സ്തോത്രം. നന്നായിട്ട് കൂട്ടും സോട്ടൊക്കെ ധരിപ്പിക്കുന്ന ഈ AI തന്നെ ഈ വസ്ത്രങ്ങളെല്ലാം മാറ്റി ഒരു മനുഷ്യനെ നഗ്നനാക്കി മാറ്റാനും പറ്റും. ഉടുപ്പിക്കുന്നവന് അഴിക്കാനും പറ്റും. അങ്ങനത്തുള്ള സിസ്റ്റത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഇന്നത്തെ പ്രചാരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇതുകൊണ്ട് വലിയ മാറ്റങ്ങളാണ് ലോകത്തിൽ വരുത്താൻ പോകുന്നത്. ഒരുപക്ഷെ ഈ പുസ്തകം തന്നെ മാറ്റിക്കളയും. ഇനിയുള്ള നാളുകളിൽ അച്ചടിച്ച് പുറത്തിറങ്ങുന്നത് പാപത്തെക്കുറിച്ച് പറയാത്തൊരു ബൈബിളാണെങ്കിലോ. പ്രൈസലോ. അതുകൊണ്ട് പ്രിയമക്കളെ, ഇതിനകത്ത് എഴുതിയിരിക്കുന്നതിന് ആമേശ്വത ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ഇത് എഴുതിപ്പിച്ച് തന്നവനുമായിട്ട് അഭേക്തമായൊരു ബന്ധം ഉണ്ടാകണം. നമ്മുടെ ബുദ്ധി ചിലപ്പോൾ മറന്നു പോകാം, പക്ഷെ ഇത് എഴുതിപ്പിച്ചവൻ ഒരിക്കലും മറക്കത്തില്ല. അവന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. അവനുമായിട്ടൊരു ബന്ധമുണ്ടാകണം. ഈ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ അതിന്റെ 7-ാം വാക്യം ഒന്ന് വായിക്കാം. എന്നിട്ട് അതിന്റെ 13-ാം വാക്യം ഒന്ന് വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യവും 13-ാമത്തെ വാക്യവും. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ആരാ പറയുന്നത് ഈ സത്യം? യേശു. ആരാ പറയുന്നത് ഈ സത്യം? യേശു പറയുകയാണ്, ഞാൻ നിങ്ങളോട് സത്യം പറയാം, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാ. പത്രോസേ, യോഹന്നാനെ, യാക്കോബേ, അന്ത്രയോസേ, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാ. എന്താണെന്നറിയാമോ? മറ്റൊരാളെ തരും. മറ്റൊരാള് നിങ്ങളുടെ അടുക്കൽ വരും. അവൻ നിങ്ങൾക്ക് സകലതും എന്ത് ചെയ്യും? ഉപദേശിച്ചു തരും. എനിക്ക് ഈ ഭൂമിയിൽ പരിമിതികളുണ്ട്. യേശു മനുഷ്യനായി ജീവിച്ചത് കൊണ്ട് സ്വതം വൈപ്പിനിരിക്കുന്ന പത്രോസിനെയും സ്കൂൾ മുറ്റത്തിരിക്കുന്ന സ്വതം അന്ത്രയോസിനെയും കാണണമെങ്കിൽ യേശുവിന് 4 കിലോമീറ്റർ സഞ്ചരിച്ചേ മതിയാകും. എന്നാൽ സ്വതം സ്കൂൾ മുറ്റത്തിരിക്കുന്ന അന്ത്രയോസിനെയും വൈപ്പിനിരിക്കുന്ന പത്രോസിനെയും പരിശുദ്ധാത്മാവിനെ കാണാൻ സെക്കൻഡുകൾ മതി. 4 കിലോമീറ്റർ സഞ്ചരിക്കണ്ട. ഏതു സമയത്തും ഈ ആത്മാവിന്റെ സാന്നിധ്യം ലോകത്തിലെ 7 വൻകരകളിലും എവിടെയെല്ലാം തന്നെ വിളിച്ചപേക്ഷിക്കുന്നവന്റെ അടുക്കൽ കടന്ന് എന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ആത്മാവ്. യേശു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവാത്മാവായിട്ട് ഭൂമിയിൽ വന്നത്.
പ്രൈസ് ദി ലോർഡ്. പരിമിതികളില്ല, ഏതു സാഹചര്യത്തിൽ എവിടെയും ചെല്ലാം. ആമേ സ്തോത്രം. ആമേ മൈലുകളോ കിലോമീറ്ററുകളോ ഒന്നും പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ ഒരു വിഷയമേ അല്ല. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, ആമേ ഷണ്ഡനായിരിക്കുന്ന എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യ മന്ത്രിയായിരിക്കുന്ന ഷണ്ഡൻ, ആമേ സ്തോത്രം, അവൻ യെരൂശലേമിൽ നിന്ന് ആമേ സ്തോത്രം യാഗം കഴിഞ്ഞ് ആരാധന കഴിഞ്ഞ് ആമേ മടങ്ങിപ്പോകുന്ന സമയത്ത് ആമേ ഫിലിപ്പോസ് എന്ന് പറയുന്ന ഭക്തനായിരിക്കുന്ന മനുഷ്യനെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? അവന്റെ തേരിനോട് ചേർത്ത് നടത്തുകയാ. ആമേ സ്തോത്രം. അവിടെ സ്നാനം കഴിയുന്നു, രക്ഷ വരുന്നു, അവൻ രക്ഷിക്കപ്പെട്ടു, വചനപ്രകാരം ജീവിക്കാമെന്ന് സമ്മതിക്കുന്നു, യേശു ദൈവപുത്രൻ എന്ന് അംഗീകരിക്കുന്നു. അവര് രണ്ടുപേരും ഒരുമിച്ച് വെള്ളത്തിലിറങ്ങുന്നു. ഷണ്ഡനെ ഫിലിപ്പോസ് സ്നാനപ്പെടുത്തുന്നു. അതിനുശേഷം അവൻ എന്ത് ചെയ്തു? എടുത്തുകൊണ്ടുപോയി. അവനെ എടുത്തുകൊണ്ടുപോയി. കാരണം പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വന്നത് മനുഷ്യനായിട്ടല്ല. ആമേ യേശു പറയുന്നു, ആമേ പത്രോസേ, ഞാൻ പോകുന്നത് നല്ലതാ. ആമേ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് ഒരമ്മയുടെ ഉദരത്തിൽ, ഒരു സ്ത്രീയുടെ ഉദരത്തിൽ, ആമേ സ്വതം 9 മാസം, ആമേ ഒരു കുഞ്ഞ് എത്രത്തോളം മാസം ഗർഭം ധരിച്ചു പുറത്തു വരുമോ അതുപോലെ തന്നെ വന്നത്. 30 വയസ്സാകാൻ വേണ്ടി 30 വർഷം എനിക്ക് എടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഞാൻ ജീവിച്ചത്. പക്ഷേ ഞാൻ ഇപ്പോൾ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും, നിങ്ങൾക്ക് ഗുണം ചെയ്യും. ആമേശ്വതം ആസിയയിലും ബിഥുനയിലും ആമേശ്വത കൊരിന്തിലും കപ്പദോക്കിയിലും ഫിലിപ്പിയിലും തെസ്സലോനിക്കയിലും എല്ലാ സ്ഥലങ്ങളിലും ഇവന് കടന്നു വരാൻ കഴിയും. ഒരേ സമയത്ത് തന്നെ തന്റെ ഭക്തന്മാരായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ഏതു സമയത്തും ആമേ ലോകത്തിന്റെ 7 വൻകരകളിലും അയക്കാനിരിക്കുന്ന ആത്മാവിന് കടന്നു ചെല്ലാൻ കഴിയുമെന്നൊരു ഉറപ്പ് യേശു പറഞ്ഞ കാര്യം അതാ. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് എന്താ? നല്ലതാ. കാരണം ഒരുത്തൻ വരുന്നുണ്ട്, പരിമിതികളില്ലാത്ത ആളാ. അതുകൊണ്ടാ യേശു പറഞ്ഞു, എന്നെ കുറിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ദോഷം പറയാം, കുറ്റപ്പെടുത്താം. ആമേ സ്തോത്രം. പക്ഷേ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയരുത്. ആമേ ഈ ലോകത്തിലും വരുവാനുള്ളതിലും എന്ത് ചെയ്യത്തില്ല? ക്ഷമിക്കപ്പെടുകയില്ല. വളരെ ശ്രദ്ധിച്ചോളണം പ്രിയ മക്കളെ കേട്ടോ, വളരെ ശ്രദ്ധിച്ചോളണം. ഇന്ന് ലോകത്തിന്റെ പല മേഖലകളിലും ശുശ്രൂഷകന്മാരുണ്ട്. നമ്മൾ അറിയാതെ ആരെയും വിധിച്ചേക്കരുത് കേട്ടോ. ചിലപ്പോൾ ആത്മാവ് കൊടുത്തിട്ടാണ് അവൻ ശുശ്രൂഷിക്കുന്നതെങ്കിൽ നമ്മൾ വിധിച്ചു കളഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, ആമേ സ്തോത്രം, ദൈവസന്നിധിയിൽ നമ്മൾ കുറ്റക്കാരായി തീരും. ആമേ ചെയ്യുന്ന പാപം ദൈവാത്മാവിനോടായി തീരും. അതുകൊണ്ട് ചെയ്യരുത്. അതുകൊണ്ട് പറഞ്ഞ സമയത്തിനു മുമ്പേ നിങ്ങൾ ആരെയും സ്തോത്രം. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ആമേ സ്തോത്രം. അഹാബിനെ ആമേ തകർത്ത് കളയേണ്ടതിനായി സ്വർഗത്തിലൊരു ചോദ്യം ചോദിക്കുകയാണ്, ആര് പോകും? ആമേ ഒരാത്മാവ് മുമ്പിലേക്ക് വന്നു. ആമേ സ്തോത്രം, ഞാൻ പോകാം. നീ എന്താ ചെയ്യാൻ പോകുന്നത്? സകല പ്രവാചകന്മാരിലും ഞാൻ എന്ത് ചെയ്യും? ബോഷ്കിന്റെ ആത്മാവിനെ കൊടുക്കും. നല്ല പദ്ധതിയാ, പോയിക്കോന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേ എവിടെ നിന്നാ വന്നത്? ഇതാ എവിടെ നിന്നാ ആത്മാവ് വന്നത്? എവിടെയാ പദ്ധതി ഇടുന്നത്? സ്വർഗത്തിലാ കേട്ടോ. പ്രിയമക്കളെ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ആമേ സ്തോത്രം. ദൈവം ഒരു സമഗ്രമായ പദ്ധതി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ഭൂമി നമ്മുടെ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി കർത്താവ് തന്നിരിക്കുകയാ. ഇവിടെ എത്രത്തോളം വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റോ, എത്രത്തോളം ദൈവകൃപയിൽ ശരണപ്പെടാൻ പറ്റോ, ആ നിലകളിലെല്ലാം കടന്നു പോയേക്കണമെന്ന് ആത്മാവിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും പ്രാപിക്കേണ്ടതിന് ആമേൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു എന്ന് തിരുവെഴുത്തിൽ ഒരു വാക്യം കൂടി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്, ആമേൻ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ആമേ സ്തോത്രം, നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. ആമേ സ്തോത്രം. അടുത്ത വാക്യം, ആമേ സ്തോത്രം, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. പ്രൈസ് ദി ലോർഡ്. 3 ദൗത്യവുമായിട്ട് ഇവൻ ഇറങ്ങി വരുന്നത്. ആമേ യേശു പറയുന്നത്, പാപത്തെക്കുറിച്ച് നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് നമുക്ക് ബോധം വരുത്തുന്നത് ഈ ആത്മാവുണ്ടെങ്കിൽ ബോധം വരുത്തും. ഈ ആത്മാവില്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നത് ശരിയാണെന്നും അല്ലെങ്കിൽ അത് കറക്റ്റ് ആണെന്നും പറഞ്ഞ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കും. ഈ ആത്മാവ് ഉണ്ടെങ്കിലേ ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കത്തുള്ളൂ. പിന്നെ നീതി, ന്യായം, നേര് ഇതെല്ലാം വിവേചിച്ച് മനസ്സിലാക്കുന്നത് ഈ ആത്മാവ് ഉണ്ടെങ്കിലാ. പ്രൈസ് ദി ലോർഡ്,
ഹല്ലേലൂയ. പാപം ചെയ്യാനിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അത് പാപമാണെന്ന് ഈ ആത്മാവ് ഉണ്ടെങ്കിലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ആമേ, വളരെ ശ്രദ്ധിക്കണം. അപ്പോ ഇതാണ് ഈ ആത്മാവിന്റെ പ്രവൃത്തി. ഞാൻ അതിലെടുക്കുന്നില്ല, എനിക്ക് ഇങ്ങോട്ട് പോകണം. ആമേ, അതിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് ഇട്ടവനെ. ആമേ സ്വതം സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ, ആമേ സ്വതം അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി അവൻ സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും, അടുത്ത പോയിന്റിന് വേണ്ടിയാണ് ഞാൻ ഇവിടം വരെ വരുന്നത്. അവൻ വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. വരുവാനുള്ള കാര്യത്തെ കുറിച്ചാണ് സംശയങ്ങളും സങ്കല്പങ്ങളുമായിട്ട് പല വ്യക്തിത്വങ്ങൾ അങ്ങനെ ഉണ്ടാകാം. ഈ ഡേറ്റിൽ ഇങ്ങനെ സംഭവിക്കാം, വരുന്ന മാസം ഇങ്ങനെ സംഭവിക്കാം, അടുത്ത മാസം ഇങ്ങനെ സംഭവിക്കാം, ഇന്ന സ്ഥലത്ത് ഇന്നത് കണ്ടതുകൊണ്ട് ഇന്നത് സംഭവിക്കാം എന്നൊക്കെ പറഞ്ഞ പലരും പല രീതിയിലുള്ള സ്വന്തം പ്രസംഗങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഇവനുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ, ആരുമായിട്ട്? പരിശുദ്ധ ആത്മാവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ, സ്വന്തം വചനത്തില് യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നതിന് ആരും നിങ്ങളെ എന്ത് ചെയ്യേണ്ടി വരത്തില്ല, ഉപദേശിക്കേണ്ടി വരത്തില്ല. കേട്ടോ പ്രിയമക്കളെ, ഇവരുമായിട്ട്, ഈ പരിശുദ്ധാത്മാവുമായിട്ട് ഈ ദിവസങ്ങളിൽ ആഴത്തിലുള്ളൊരു ബന്ധം വേണം. കേട്ടോ, അങ്ങനെയെങ്കിൽ ഒരു ഉറപ്പ് തന്നുകൊണ്ടിരിക്കും പരിശുദ്ധാത്മാവ്. എന്ത് സംഭവിച്ചെന്നാലും, ലോകത്തിൽ കാണുന്ന പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന്റെ കേൾവികൾ, വാക്കുകൾ, പ്രസംഗങ്ങൾ, ഇതൊക്കെ കേൾക്കുമ്പോഴും ഈ ആത്മാവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ, അവനുമായിട്ട് ദൈവസന്നിധിയിൽ രാത്രിയിലോ പകലിലോ നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ ഏത് സമയത്തും നമ്മളൊന്ന് ബന്ധപ്പെടുകയാണ്, അവൻ നമുക്കൊരു ഉറപ്പ് തന്നുകൊണ്ടിരിക്കും. പേടിക്കണ്ട, ഭയപ്പെടേണ്ട. അടുത്ത സ്റ്റെപ്പിലേക്കുള്ള വഴി, അടുത്ത ദിവസങ്ങൾ എന്ത് സംഭവിക്കും, ഈ ആത്മാവ് നമ്മൾക്കത് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കും. അങ്ങനെയല്ലേ വാക്യം? അങ്ങനെയല്ലേ വാക്യം? 13-ാം വാക്യം ഒന്നും കൂടി ആമേശ്വരം എടുത്ത മോനെ. ഇവിടെ വായിക്കുന്ന ഇങ്ങനെ, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ, ആള് ഇപ്പൊ ഇവിടെ ഉണ്ടോ? ഉണ്ടോ? പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലുണ്ടോ? ഉണ്ട്. വന്നു. അവൻ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അങ്ങനെയെങ്കിൽ താൻ കേൾക്കുന്നത് ആരുടെ ശബ്ദമാ? താൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് എന്ത് ചെയ്യും? സംസാരിക്കും. അപ്പൊ താൻ കേൾക്കുന്നത് ആരുടെ ശബ്ദമാ? ദൈവത്തിന്റെ ശബ്ദം. സ്വതം പിതാവ് അവിടെ നിന്ന് കൊടുക്കുന്ന കൽപ്പനകൾ മുഴുവനും താൻ സ്വയമായല്ല സംസാരിക്കുന്നത്. പിതാവിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം സംസാരിക്കുക. അങ്ങനെയെങ്കിൽ ആ നാളും നാഴികയും സ്വതം പിതാവല്ലാതെ ഒരുവനും അറിയുകയില്ല എന്ന് പറയുമ്പോൾ, ആ ദിവസം ആ സമയം ഇതൊന്നും ഒരുപക്ഷെ കറക്റ്റായിട്ട് അറിയിക്കത്തില്ല. കാരണം നമ്മൾ ആരാണെന്ന് ദൈവത്തിന് അറിയാം. നമ്മുടെ പ്രകൃതം എന്താണെന്ന് സ്വർഗത്തിലെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. മറന്നുപോയ മൊബൈൽ ഫോണിന്റെ പാസ്വേഡ് ചോദിക്കുന്നവരും ATM-ന്റെ പിൻ നമ്പറൊക്കെ ചോദിക്കുന്നവരൊക്കെയാ നമ്മള്. ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ പ്രകൃതം കർത്താവിനെ അറിയാം. ഒരു ഡേറ്റ് പറഞ്ഞ ആ ഡേറ്റിലാണ് കർത്താവ് വരുന്നതെന്ന് ഉറപ്പാച്ച് തന്നു കഴിഞ്ഞാൽ, ആ ഡേറ്റിന്റെ ആ ആഴ്ച വരെ എന്ത് ചെയ്യും? എല്ലാ ദുർമാർഗങ്ങളിലൂടെ കടന്നുപോയി വേണമെങ്കിൽ ആ ആഴ്ചകളിൽ വെള്ളം പോലും കുടിക്കാതെ ഒരു ഉപവാസവും പ്രഖ്യാപിച്ച് നെടുമ്പാട് വീണ് ചാക്കുടുത്ത് തലയിൽ പൂഴി വാരിയിട്ട് സ്വർഗത്തിലെ ദൈവത്തെ പ്രസാദിപ്പിച്ച് കടന്നു പോകാൻ നമ്മൾ ശ്രമിക്കും. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണുന്ന സ്വർഗത്തിലെ ദൈവം ആ ദിവസവും ആ സമയമൊന്നും ഒരുപക്ഷെ അറിയിക്കത്തില്ല. പക്ഷേ പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഇതൊക്കെയും കാണുമ്പോൾ ഒരു ഉറപ്പും ധൈര്യവും നമുക്ക് തന്ന് നടത്തിക്കൊണ്ടിരിക്കും. നമ്മൾ ക്രമീകരിക്കേണ്ട കാര്യം അന്നുള്ളതെല്ലാം ക്രമീകരിപ്പിച്ച് വിശുദ്ധിയിലും വേർപാടിലും എപ്പോൾ വിളിച്ചാലും അടിയൻ ഇതാ എന്ന് പറഞ്ഞ് കടന്നു പോകാൻ തക്ക വിധം അവൻ ഒരുക്കിക്കൊണ്ടിരിക്കും. പ്രൈസലോ. ഈ പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ പ്രിയമക്കളെ, ഏതു സമയത്തും നമ്മൾ എന്തായിരിക്കും?
റെഡിയായിരിക്കും. ഒരു മിലിറ്ററിക്കാരൻ ആമേശ്വരം ആമേശ്വരം അവിടെ നിന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുമ്പോൾ, ഒരു വിസൽ അവരടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാഹളം കേൾക്കുമ്പോൾ യുദ്ധസന്നദ്ധനായിട്ട് അവൻ പുറത്തു വരുന്നത് പോലെ ഏതു സമയത്തും കാഹളത്തിന് കാതോർത്തുകൊണ്ടിരിക്കാൻ തക്ക വിധം ഈ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കും. ആമേശ്വരം ആരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ, വചനം അങ്ങനെ പഠിപ്പിക്കുന്നു, അവൻ സ്വയമായിട്ടൊന്നും സംസാരിക്കാതെ അവൻ കേൾക്കുന്നത് എന്ത് ചെയ്യും? സംസാരിക്കുകയും വരുവാനിരിക്കുന്നത് വരുവാനുള്ളത് നമ്മൾ എന്ത് ചെയ്യും? സ്തോത്രം. ഇതാണ് നമുക്ക് വേണ്ടത്. ഇനിയുള്ള നാളുകളിൽ വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ. ലോകത്തിൽ ഏതൊരു മനുഷ്യനും നമ്മളെ തെറ്റിച്ച് കളയാൻ പറ്റാത്ത നിലകളിൽ ഇതാണ് സത്യം, ഇതാണ് വഴി, ഇതാണ് ജീവൻ, എങ്ങനെ പോയാൽ നിത്യതയിൽ കടക്കാമെന്ന് വളരെ വ്യക്തമായിട്ട് ഈ ആത്മാവ് നമ്മളെ ഭരിച്ചു നടത്തിക്കൊണ്ടിരിക്കും. ആമേൻ. ആരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രിയമക്കളെ, ഞാൻ കഴിഞ്ഞ സൺഡേയും നിങ്ങളോട് പറഞ്ഞു ഈ ദിവസങ്ങളിൽ നല്ല ജോലിയും നല്ല വിദ്യാഭ്യാസം എല്ലാം വേണം. പക്ഷെ ആത്മാവിന്റെ കൃപ, ആത്മാവിന്റെ താലന്ത്, ആത്മാവിന്റെ അഭിഷേകം, അതിനു വേണ്ടി ഒരു സമയം വേർതിരിച്ചേക്കണമെന്ന് ആത്മാവിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ജോലിയും കിട്ടുന്ന ശമ്പളവും ഭൂമിയെ കൊണ്ട് തീരുമ്പോൾ പ്രാപിച്ചിരിക്കുന്ന അഭിഷേകവുമായിട്ട് കയറി പോകുവാൻ തക്ക വിധത്തിൽ ഒരു സ്ഥലം സ്വർഗത്തിലെ ദൈവം നമുക്കായി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ആമേശ്വരം ദൈവജനം മറക്കരുതെന്ന് ഇന്ന് രാത്രികാലം പിന്നെയും ഞാൻ ഓർപ്പിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം ഉയരത്തിലുള്ളതായിരിക്കണം. ഇതെല്ലാം വിട്ടുപിരിയണം, ഇതെല്ലാം വിട്ട് കളയണം പ്രിയമക്കളെ. നമ്മുടെ അകത്തളത്തിൽ ഒരു സെന്റിമീറ്റർ പോലും ഈ ലോകത്തിൽ ഒരു ശക്തിയും കടക്കരുത് കേട്ടോ. അമേശ്വര ഒരു ശക്തിയും, ലോകത്തിൽ ഒരു ശക്തിയും ഒരു സെന്റിമീറ്റർ പോലും നിന്റെ ബുദ്ധിക്കകത്ത് കടക്കരുത്. പിശാചിന്റെ തന്ത്രം എന്താണെന്നറിയാമോ? ഏതെങ്കിലും ഒരു അഭിഷിക്തൻ, ഏതെങ്കിലും ഒരു ദൈവ പൈതൽ, ഏതെങ്കിലും ഒരു വിശ്വാസി, അടുത്ത വീട്ടുകാരൻ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടുകാരൻ ഒരു നന്മ പ്രാപിച്ചു കഴിഞ്ഞാൽ അയ്യോ അത് എനിക്കും പ്രാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പിന്നാമ്പുറം തോടിക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം എന്ന് വിളിക്കുന്ന ദുഷ്ട പിശാച് നമ്മുടെ ബുദ്ധിയെ വശീകരിക്കും. ആത്മീക ദർശനത്തെ മാറ്റി ഭൗതിക ലക്ഷ്യങ്ങൾ മുമ്പിൽ കൊണ്ടുവന്ന് തരും. നമ്മൾ അതോടുകൂടി ആത്മീക നിലവാരങ്ങൾ മറന്ന്, പ്രാർത്ഥനകൾ മറന്ന്, ആരാധനകൾ മറന്ന്, ദൈവികമായ ലക്ഷ്യങ്ങളെ മറന്ന് ഇതിന്റെ പുറകിലോ അതിനേക്കാൾ നല്ലതല്ല ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം എന്നെ എപ്രകാരം ഈ 2025 സെപ്റ്റംബർ മാസം ദൈവം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ അപ്പ അതുപോലെ എന്നെ നടത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ഇഷ്ടപ്രകാരം ജീവിച്ചാ പോരെ. അതെല്ലാം മറിച്ച് നമ്മുടെ ബുദ്ധിക്കൊത്തവണ്ണം എന്തിനോടെങ്കിലും കിടപിടിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ചെന്നെത്തുന്ന സ്ഥലം നിത്യതയിലായിരിക്കത്തില്ല പ്രിയമക്കളെ, വേറെ വഴിയായിട്ട് പോകേണ്ടി വരും. ഇവിടെ നിന്ന് ഞാൻ നിങ്ങളോട് പറയാം, ഞാനായിക്കൊള്ളട്ടെ ഇന്ന് ഭൂമിയിൽ ജീവനോടിരിക്കുന്ന സമ്പന്നന്മാരിൽ സമ്പന്നനായിരിക്കുന്ന കോടീശ്വരനായിക്കൊള്ളട്ടെ, ഇവിടെ നിന്നൊരു നയാ പൈസയുമായിട്ട് നിത്യതയിൽ കടക്കാൻ പറ്റത്തില്ല. വെട്ടിപ്പിടിച്ചുണ്ടാക്കിയ സ്ഥലം കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കണ്ണ് തുറന്നാ മതി. പാലസ്തീനിൽ നിന്ന് പലായനം ചെയ്യുന്ന ലക്ഷങ്ങൾ ഒരു കുടുസ് വണ്ടിക്കകത്ത് സകലതിനെയും കൂടി കയറ്റി ഉണക്ക കുപ്പൂസ് കടിച്ചു പറിക്കുന്ന പലരെയും നമ്മൾ കാണുകയാണ്. ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി, ഒരു ബ്രെഡിന് വേണ്ടി, ഒരു ചപ്പാത്തിക്ക് വേണ്ടി സ്വന്തം തെരുവിലിരുന്ന് കരയുന്ന ഒരു കൂട്ടം ജനം. മുൻകാലങ്ങളിൽ AC മുറിക്കകത്ത് നല്ല സൗകര്യങ്ങളിൽ, നല്ല കാറുകളിൽ, നല്ല ഫ്ലാറ്റുകളിൽ താമസിച്ചിരുന്നവരാ ഇന്ന് കഴിക്കാൻ ആഹാരമില്ല, ഉടുക്കാൻ വസ്ത്രമില്ല, കുടിക്കാൻ വെള്ളമില്ല. എല്ലാം വിട്ടുപോകുകയാ, ഇതെല്ലാം വിട്ടുപോകുകയാ. സ്തോത്രം. മുമ്പെല്ലാം ഉണ്ടായിരുന്നതാ, ഇന്ന് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, പ്രാണൻ മാത്രം.
ജീവിച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അഭയാർത്ഥികളായിട്ട് അടുത്ത രാജ്യത്തിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് കേൾക്കുന്നതും അവിടെ നിന്ന് അനുഭവിക്കുന്നതും ചെറിയ കാഠിന്യമൊന്നുമല്ല പ്രിയമക്കളെ. അങ്ങനെ ജീവിക്കുന്ന ഒരു ജനത്തെ നമ്മുടെ കണ്ണിന് മുമ്പിൽ പരിശുദ്ധ ദൈവം തെളിയിച്ചു തരിക. ഇതേ ഒരു അവസ്ഥയാണ് നമ്മുടെയും ജീവിതത്തിൽ ഉളവാകാൻ പോകുന്നത്. അതല്ല എങ്കിൽ കർത്താവ് വിളിക്കുമ്പോൾ ഇതെല്ലാം വിട്ടുകളഞ്ഞുകൊണ്ട് അടിയനിതാ എന്ന് പറഞ്ഞുകൊണ്ട് കയറിപ്പോകാൻ തക്കവിധ ഒരു മനസ്സുണ്ടാകണം. ആരും നമ്മെ ഏതു വിധേനയും എന്ത് ചെയ്യരുത്, ചതിക്കരുത്. ഇന്ന് ആത്മീക ഗോളത്തിലായിക്കൊള്ളട്ടെ പിടിച്ചു പറികളെല്ലാം നടക്കുന്നത് ദ്രവ്യത്തിന് വേണ്ടിയാ പ്രിയമക്കളെ, സമ്പത്തിന് വേണ്ടിയാ. സ്വതം നന്മയ്ക്ക് വേണ്ടിയാ. സ്വതം ഒരിക്കലും പോകത്തില്ല. നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച ഒരുത്തൻ പോലും ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ ജീവനോട് ഇരുന്നിട്ടില്ല. അവരെല്ലാം പട്ടുപോയിട്ടുണ്ട്. അപ്പൊ പരിശുദ്ധാത്മാവ് വന്നാൽ ഇതിനെല്ലാം നമുക്ക് ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കും. എൻ്റെ കുഞ്ഞെ, നീ അതിലേക്കൊന്നും തിരിയരുത്. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പറയുന്ന വചനപ്രകാരം നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടിക്കൊള്ളണം. ഇവിടെ വായിക്കുന്നത് അവൻ നമ്മളെ വരുവാനുള്ളതൊക്കെയും അറിയിച്ചു തന്ന് നടത്തിക്കൊണ്ടിരിക്കും. എൻ്റെ സമയം തീർന്നു. അടുത്തൊരു സമയം ബാക്കിയുള്ളത് നമുക്ക് ചിന്തിക്കാം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിൻ്റെ വരവ്, അവൻ്റെ നാളടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് വല്ല ലേഖനത്താലോ വാക്കുകളാലോ വല്ല ആത്മാവിനാലോ സ്തോത്രം നിങ്ങളെ ഉപദേശിക്കുകയോ അങ്ങനെ നടത്തുകയോ ചെയ്യാൻ ശ്രമിച്ചാൽ ആരും നിങ്ങളെ ഏതു വിധേനയും ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദൈവമെന്നോ പൂജാ വിഷയമെന്നോ ആയിട്ടുള്ളതിലെല്ലാത്തിനേക്കാളും ഉയർത്തുന്ന എതിരാളി എത്രേ. അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആമേശ്വതം ഞാൻ ഇന്ന് രാത്രിയിൽ വിളിച്ചു പറയുന്നത് ആഴമായിട്ടുള്ളൊരു ബന്ധം പരിശുദ്ധാത്മാവുമായിട്ടാ, സത്യത്തിന്റെ ആത്മാവുമായിട്ടാ, ആ നല്ല കാര്യസ്ഥനുമായിട്ടാ നമുക്കുണ്ടെങ്കിൽ വരുവാനുള്ളതിനെ അവൻ അറിയിച്ചു തരും. നീ ഒരിക്കലും കെണിയിലും ചതിയിലും പെട്ടുപോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ ഒരിക്കലും നരകത്തിൽ വീഴാൻ പരിശുദ്ധാത്മാവ് അനുവദിക്കത്തില്ല. കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് അവൻ എത്തിക്കും. കണ്ണുകളടക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനും നിത്യനും നീതിമാനുമാകുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഇന്ന് വൈകിയ സമയം പ്രാർത്ഥനകളുമായി കടന്നു വരികയാണ്. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം പരിശുദ്ധാത്മാവ് ഇപ്രകാരം പൗലോസിലൂടെ എഴുതിപ്പിച്ചു. സ്വതം നിങ്ങൾ ഉറച്ചു നിൽക്കണം. പലരും വന്ന് പലതും പറയും, പക്ഷെ നിങ്ങൾ അതിലേക്കൊന്നും നിങ്ങളെ ശ്രദ്ധ പോകരുത്. ആത്മാവുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടാകണമെന്ന യേശു ജീവനോടിരിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ യേശു വിളിച്ചു പറയിപ്പിച്ചു. 6-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ വരുവാനുള്ളതെല്ലാം അവൻ നിങ്ങൾക്ക് അറിയിച്ചു തരും. അവനുമായിട്ട് ആഴമേറിയൊരു ബന്ധം ഈ നാടുകളിൽ പുലർത്തി ദൈവവചനത്തിന്റെ ആധികാരികതയ്ക്കൊത്തവണ്ണം ഒരു പക്ഷേ ഇനി അടുത്തു വരുന്ന ടെക്നോളജികൾ ഈ പുസ്തകത്തിലുള്ള വചനം മറിച്ചു കളഞ്ഞെന്നാലും പരിശുദ്ധാത്മാവ് നമ്മളുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ ഈ പുസ്തകത്തിനകത്തളത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിനകത്തളത്തിൽ ആലേഖനം ചെയ്യാൻ അവന് കഴിയുമെന്ന് ഞാൻ ഈ രാത്രികാലം ഓർപ്പിക്കുകയാ. അതുകൊണ്ട് കയ്യിലിരിക്കുന്ന പുസ്തകമോ എഴുതി തന്നിരിക്കുന്ന അച്ചടിയോ മാറിപ്പോയാലും ആത്മാവ് കൂടെ ഉണ്ടെങ്കിൽ അവൻ മാറത്തില്ല. ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കും. ഒരു നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ പരിശുദ്ധ ദൈവം നമ്മളെ സഹായിക്കും. പരിശുദ്ധ പിതാവേ, കേൾപ്പിച്ച തിരുവെഴുത്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിൻ പ്രകാരം ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. ലോകത്തിന്റെ ചിന്തകളിലേക്കോ ലോകപരമായ ജീവിതത്തിലേക്കോ കടന്നു പോകാതെ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു ഒരുക്കം, വിശുദ്ധ ജീവിതം, പ്രാർത്ഥന, ആരാധന, വചനധ്യാനം, ഉപവാസം എല്ലാത്തിലും അധികമായി മുതിർന്നു വരുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തരണം. മഹത്വം ദൈവം എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. പിതാവായ ദൈവത്തിന്റെ